എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? അപ്പൊ ഞാൻ എൻ്റെ ഈ ആർട്ട് റൂമിൽ ഇരുന്ന് കണ്ടൊരു വീഡിയോ ചെയ്തിട്ട് കുറെ ആയില്ല. സൗണ്ട് ഒരു മിനിറ്റ്. അപ്പൊ ഈ ആർട്ട് റൂമിൽ ഇരുന്ന് കണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസമായിരുന്നു സത്യം പറഞ്ഞാല്. ഞാന് മറ്റേ വാൾ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള പെയിന്റിങ് ചെയ്തതിന്റെ ശേഷം ഞാൻ പിന്നെ ആർട്ടിനെ തൊട്ടിട്ടുമില്ല. പിന്നെ ഈ ബുദ്ധ ഞാൻ ഇതിന്റെ വീഡിയോ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിയത് ആക്ച്വലി ഇന്നലെ അല്ല, സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് കുറെ ദിവസമായിക്കണം. ഞാൻ വയ്യ പറഞ്ഞുതരാം. അപ്പോ ഈ സാധനം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇരുന്നിട്ടുള്ളത്. ഞാൻ യൂട്യൂബിലൊരു എന്താ പറയുക ലൈവ് സ്ട്രീമൊക്കെ പോയി നോക്കി എന്താ അവസ്ഥ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല, പരിപാടി ആരും കാണുന്നില്ല. കൺസിസ്റ്റൻസി മസ്റ്റ് ആണല്ലോ യൂട്യൂബിൽ റീച്ച് ആവണമെന്നുണ്ടെങ്കിലും നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിലും. അപ്പം ആ ഒരു സാധനം എനിക്കില്ലാത്തതുകൊണ്ടതാവണം റീച്ച് ആവാത്തത്. അത് ഞാൻ അംഗീകരിച്ചു തന്നിരിക്കണം. എനിക്കതിലൊന്നും പറയാനൊന്നുമില്ല കൂടുതൽ. പിന്നെ അപ്പോൾ വിഷയം എന്താണ്, ഞാനിതിൻ്റെ വീഡിയോ ഇട്ട് കണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒറ്റയ്ക്ക് ഇത് ഫുള്ള് തീർക്കണതല്ല, ഇതുവരെ എത്തിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു 4-5 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം. അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. എനിവേ, ബാക്ക് ടു മൈ ആർട്ട് റൂം. വെൽക്കം ബാക്ക്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഈ സാധനം ദ ശ്രീ ബുദ്ധ ഈസ് ഹിയർ. ഈ സാധനം ഞാൻ കുറേ ദിവസമായി ഒന്ന് അടിപൊളിയായിട്ട് ചെയ്യണം വിചാരിച്ചിട്ട്. ഒരു കുറച്ച് ദിവസമായി പറഞ്ഞാൽ 2-3 മാസമായി ഇതോടെ ഇരിക്കണേ. ഈ സാധനം അടിപൊളിയാക്കണം എനിക്ക്. എൻ്റെ മടിയനായിട്ടുള്ള ജീവിതത്തിൽ ഈ തീർക്കാത്ത ഈ സാധനം മാത്രമല്ല കേട്ടോ, കംപ്ലീറ്റ് ആക്കാതെ വെച്ചിരുന്നത് അതിനുള്ളില്ല എണ്ണിക്കോ ഇതൊക്കെ ഒന്നേ. ഈ സാധനം കംപ്ലീറ്റ് ആക്കാതെ വെച്ചതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ അടിപൊളിയാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സാധനം കേട്ടോ. അതേപോലെ ഇത് ചാർലി ചാപ്ലിനെ എടുക്കാൻ വേണ്ടി ചാർലി ചാപ്ലിൻ്റെ ക്യാപ്പ് മടി പിടിച്ചിട്ട് ഇതൊക്കെ ഇത് പഠിക്കണതാണ് ഞാൻ. പിന്നെ ഈ സാധനം ഇത് പിന്നെ ഞാൻ അന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടത്. ഇത് ആ സമയത്ത് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 15 സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഇത് അങ്ങ് മൂർത്തിച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തേക്ക്. അതുകൊണ്ട് ഇത് ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടി എടുത്ത സാധനം ഇട്ടത്. പിന്നെ ഇത് ഇതേപോലെ പഠിച്ചതാണ്. നമുക്കറിയാത്ത വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ലൂമിസ് മെത്തേഡ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒന്നുണ്ട്. എനിക്ക് ഞാൻ അത്രയും വേണം വിചാരിച്ചിരുന്ന് കണ്ട് ചെയ്ത് ഞാൻ ഇട്ട് കണ്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ചെയ്യും. ഇതൊക്കെ എനിക്ക് ഞാൻ അത്രയും നാക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് സാധനമാണ്. ഞാൻ അത്രേ ഉള്ളൂ. അല്ല അതൊക്കെണോ മോനെ സാധനം എൻ്റെ പിള്ളേർ കിൻസുഗിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് ഈ പറഞ്ഞ പോലെ ചെയ്തു കൊടുത്തിട്ടില്ല. ഒരു ദിവസം ഇരുന്നതാണ് ഈ കാണുന്നത്. ഒരു കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മടിയായി. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വെച്ച് എന്തായാലും അവിടെ ഇരിക്കട്ടെ, സെറ്റാക്കണം. അപ്പം നമ്മളെ വിഷയത്തിൽ നിന്ന് പോയി ഞാൻ ഈ സാധനം കംപ്ലീറ്റ് ആക്കണം. അതാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ ഫസ്റ്റത്തെ ടാർഗറ്റ് കേട്ടോ. സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഇവിടെ ഇതൊക്കെ റെഡിയാക്കി ഇതൊക്കെ ഒതുക്കി പറക്കി കണ്ട് വെച്ചെന്നുള്ളൂ. ഞാൻ ഇതൊക്കെ തൊട്ടിട്ട് കുറേ ദിവസമായി. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, നമ്മളെ ഇരുത്തിക്കളയില്ലേ. ദാറ്റ്സ് ലൈഫ്. അതാണ് നമ്മൾ ഐറ്റം ഇവിടെ ഇരിക്കുന്നുണ്ട്. തുടങ്ങണം. എന്നും ഈ പഴയതല്ല, ഇനി അങ്ങോട്ട് പുതിയത് കാണിച്ചു തരാം ഞാൻ എന്താ. നമുക്ക് ഇതിന്ന് തുടങ്ങാം. ഈ സാധനം കംപ്ലീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇത് കണ്ടിട്ടില്ലല്ലോ. എൻ്റെ അടിയിൽ ഇത് ഇതേപോലെ ഒരു ദിവസം വെബ്സൈറ്റ് വെച്ചാണ് ഇതുകൊണ്ട് ആരത്. അപ്പോൾ ഇതൊക്കെയാണ് വെബ്സൈറ്റ്. മനസ്സിലായോ ഇതേത് മാമനാന്നേ? എന്തോ
എന്ത് സാധനം? डॉन को पकड़ना मुश्किल नहीं, नामुमकिन. डॉन. അപ്പോ ഈ സാധനത്തുമെന്ന് തുടങ്ങും നമ്മള് അല്ലേ? വെള്ളം കിട്ടായിരുന്നു, ചൂട് കിട്ടായിരുന്നു. അതെ, നമുക്ക് ആദ്യം ഇതിന്റെ ഇതൊന്ന് ഡാർക്കനിങ് ചെയ്ത് കണ്ട് ഇതിന്റെ ഓരോ ഔട്ട്ലൈന് നമുക്ക് ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ ചെയ്ത് കണ്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ കളർ ഗ്രേഡിങ് തുടങ്ങാം. അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഓരോ ദിവസം ഞാൻ ഇന്ന് ഈ ഒരു പോർഷന് ഞാൻ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. നമുക്കൊരു ട്യൂട്ടോറിയൽ കാണുന്നവർക്ക് ഇത് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചോട്ടെ, ഉപകാരം ഉണ്ടായിക്കോട്ടെ ആർക്കെങ്കിലൊക്കെ. അപ്പൊ അത് വിചാരിച്ചിട്ട് അത് നമുക്ക് ഓരോ പോർഷനും വരക്കൽ എങ്ങനെ ഞാൻ വരക്കുന്നത് എങ്ങനെയാണ്. ആക്ച്വലി ഞാനിത് എവിടെ പോയിട്ട് പഠിച്ചതോ ഇതൊന്നുമില്ല കേട്ടോ. ഞാൻ അതുങ്ങളെടുത്ത് പറയാൻ വിട്ടുപോയി. നമ്മളത് എൻ്റെ ഡിഗ്രി എടുത്തിട്ട് വന്ന ആൾക്കാരൊന്നല്ലേ. അപ്പോൾ ജന്മന ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 3ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ ടീച്ചർ എന്നെ ശീലിപ്പിച്ചു തുടങ്ങിയ കേസാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് തുടങ്ങി ഓരോന്നോരോന്നായിട്ട് വരച്ച് അങ്ങനെ ഉണ്ടാക്കിയതന്നല്ലോ. അപ്പം ഇനി ഞങ്ങട്ട് ഞാനും വരക്കും, ഞാനും പഠിക്കും, നിങ്ങളും പഠിക്കും. അതാണ് ഞാനതിൻ്റെ ഒരു ബേസിക് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പുറത്ത് കിട്ടില്ല മേലെ ലൈറ്റ് ഡൗൺ ആയിട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുറേ നേരം നിന്ന് കണ്ട് റെക്കോർഡ് ചെയ്ത സാധനം സ്പേസ് ഇല്ലാണ്ടായി കണ്ട് ഡൗൺലോഡ് ഡിലീറ്റ് ആയി. നിങ്ങളോട് പറയാനും ഭ്രാന്തിനെ പിടിക്കൂലേ. ഇതൊക്കെയാണ് ഞാൻ ഇത്രയും ചെയ്ത് വെച്ചത്. കുറെ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഇനി എന്നെ കൊണ്ട് അങ്ങനെ പറയാൻ കഴിയുമെന്നില്ല, എനിക്കറിയില്ല. പാടിയുള്ള പരിപാടി. അപ്പോൾ ഈ സാധനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കേട്ടോ. ഫുള്ള് ഇരുന്ന് ഞാൻ ഓരോന്ന് ഔട്ട്ലൈൻ ഇട്ട് കണ്ട് നിങ്ങൾ കാണിച്ചു തരാം. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കണ്ട് എല്ലാം മുഞ്ചിച്ച്. അപ്പം നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുന്നവർക്കൊരു ഉപകാരമായിക്കോട്ടെ. അറിയാത്തവർക്ക് കേട്ടോ, അറിയണവരോട് ഞാൻ പറയണില്ല. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ മാത്രം വളർന്നേക്കണ ഞാൻ എന്നുള്ളത് എനിക്കത്ര ഉറപ്പില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണാം, അത്രേ ഞാൻ പറയണുള്ളൂ. ഞാൻ ചെയ്ത സാധനമൊക്കെ അടിപൊളിയാണ്, എനിക്ക് പണിയറിയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോളി. ഇല്ലേ കാണണ്ട കാണി. പുറത്ത് നല്ല മഴ, ഇതൊരു മൂടങ്ങല്ലേ ഈ സാധനം. എൻ്റെ പൊന്നോ, എനിക്കിത് ഈ വീടിൻ്റെ ഉള്ളിൽ ചൂട് സമയത്ത് ഞാനിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പുഴുങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എണ്ണിരുന്നിട്ടുണ്ട്. മഴക്കാലം ആവാൻ എത്ര ദിവസം കൂടി ഉണ്ട്, ഇനി ഇതേതാ മാസം, ഇനി ഇത്ര ദിവസം കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് മഴ അങ്ങോട്ട് പെയ്തപ്പോണ്ട് എൻ്റെ മക്കളെ മനസ്സിനുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വിചാരിച്ച പോലല്ല കേട്ടോ. എൻ്റെ പൊന്നെ, മനസ്സും ശരീരവും ഒരേപോലെ അങ്ങോട്ട് തണുപ്പിച്ച് തരും ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ വേറെ ഒന്നുണ്ട്, എല്ലാം അമൃതം അമിതായ വിഷം എന്ന് പറഞ്ഞ പോലെ മഴ അമിതായാലും പേടിയാണ്. അപ്പോൾ മുല്ലപ്പെരിയാറ് പൊന്തും, മറ്റത് പൊന്തും, മറിച്ചത് പൊന്തും, അവിടെ ഇടിയും ഇവിടെ ഇടിയും, ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാം അധികമായി കഴിഞ്ഞാൽ സീനാണ്, പാകത്തിനായി കഴിഞ്ഞാൽ രസമാണ് അല്ലേ. നമ്മൾ വൈകുന്നു വിട്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ പെൻസിലിൻ്റെ സ്കെച്ച് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ എങ്ങനെയല്ല നമ്മൾ കളറ് ഇതിൻ്റെ മേലെ കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴേ അത് മാഞ്ഞു പോകും. ഐ മീൻ കുറച്ചും കൂടി ഡാർക്കനിങ് ചെയ്താൽ ഈ എന്താ പറയുക, പെൻസിലിൻ്റെ ഇതിനൊരു പരിധി ഉണ്ടല്ലോ, അതിൻ്റെ മേലെ കൂടെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കളർ വരുമ്പോൾ തന്നെ പെൻസിലിൻ്റെ ഇത് മാഞ്ഞു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഡാർക്കനിങ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതായി പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തിട്ടല്ല അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ പെൻസിലിൻ്റെ സാധനം കാണുന്നില്ലല്ലോ, ഇത് നിങ്ങൾക്ക് ഫ്രെയിമിൽ ക്ലിയർ ആയിട്ട് കാണും ചെയ്യാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വേണം വിചാരിച്ചാൽ ഈ പെൻസിലിൻ്റെ ജിമ്മ കൂടെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ
നമുക്കത് എനിക്കും തന്നെ സിമ്പിളാവും പരിപാടി. അങ്ങനെ സൂക്ഷിച്ച് ലെൻസ് വെച്ച് നോക്കണത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് അതിന് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ കുറേ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു രൂപമുണ്ട് കുട്ടിക്ക്. കുറേ പൂക്കളുടെയും മലൻ്റെയും എന്താ പറയുക നേച്ചറിനായിട്ട് ലയിച്ചു പോയിട്ടുള്ള ബുദ്ധ. എനിക്ക് അതാണ് കാണിക്കാൻ ആഗ്രഹം കേട്ടോ. നേച്ചർ എപ്പോഴും നമുക്കൊരു സമാധാനം തരുന്ന സംഭവമാണ്. ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ എന്താ പറയുക അതേപോലെ ഞാൻ വേണമെന്നെ ഒരു സാധനം കാണിച്ചത് കേട്ടോ. നിങ്ങൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചിറക്കാം. ഇതാ ഇവിടെ ഒരു സ്പോട്ട് ഇതായിരിക്കണം ഇവിടെ കേട്ടോ. എനിക്കിതൊരു എന്താ പറയുക വലിയ ഭംഗിയുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ എനിക്ക് ഈ ഒരു നേച്ചർ ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. ഇതിൻ്റെ അടികൂടെ നോക്കണേ അടിപൊളിയല്ലേ. എനിക്കിവിടെ എന്താ പറയുക ഈ ലൈറ്റ് ഇടും. ഞാൻ ലൈറ്റ് ഇടുന്ന സമയത്ത് എന്താ ഇതിങ്ങനെ ഇതിങ്ങനെ നിർത്താൻ പറ്റും. പക്ഷെ ഇത് രാത്രി വേറൊരു അടിപൊളി വ്യൂ കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം എൻ്റെ നേച്ചറിൻ്റെ വേറൊരു ലോകം. ഇവിടെ വന്നിരിക്കും കഴിച്ച ഞാൻ. ഇതെന്ത് സാറ്റിസ്ഫാക്ഷനാന്ന് പറയാം. ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടാണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. കഴിക്കാനായി തുടങ്ങിയെന്ന് വിചാരിക്കണേ ഞാൻ കേട്ടോ. ഒരു വർഷമായി സത്യം പറഞ്ഞു. ഞാനിതിനാദ്യം എനിക്ക് ഇതിനെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ചെയ്യേണ്ടത് ഇതെൻ്റെ ഇത്. പിന്നെ ഇവിടെ വേറൊരു സാധനം ഉണ്ട്, ഞാൻ തരാം. ഇതവന് ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. നല്ല രസമായിട്ടാവും, അടിപൊളിയാണ്. എൻ്റെ ഞാൻ മുമ്പ് ഒരു വീഡിയോ കിട്ടിട്ടില്ലേ, നമ്മുടെ ഇന്ന് അക്കൂരയൊക്കെ ഇരുന്നുണ്ട്. അക്കൂരയൊക്കെ പൊട്ടിൻ്റെ കൈമന്ന് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ സാധനം. ഇവിടെ ഞാൻ ഈ ഇതിലിരിക്കും. ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഇതിലിരിക്കും ഞാൻ ഇവിടെ. എന്ത് രസമാണെന്നറിയോ നോക്കുകയാണെങ്കിൽ. നേച്ചർ എന്ത് ഭംഗിയാന്ന് നോക്കളെ. പിന്നെ വിഷയത്തുനിന്ന് തന്നെ മാറില്ലേ. സോറി ഗൈസ്, വിഷയത്തുനിന്ന് ഞാൻ വല്ലാണ്ട് തന്നെ മാറുന്നുണ്ട്. വന്ന് ഇതിൻ്റെ ഉള്ളിൽ കേട്ട് എത്തിപ്പെടാൻ ഭയങ്കര സീനാട്ടോ. പണ്ടര എനിക്ക് ഈ മടിയാണ് മെയിൻ വിഷയം. എനിക്ക് മടിയാണ്. മടി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മടിയാന്ന് അറിയോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആ കണ്ടതുവരെ ഇപ്പൊ ഞാൻ ചെയ്തു വെച്ചു. ഇനി അങ്ങോട്ട് നമുക്ക് എന്താ പറയുക ലൈവ് സ്ട്രീം ചെയ്ത് കണ്ടു. ഇതേപോലെ ഞാൻ വീഡിയോ ഓരോ സീക്വൻസ് ഷൂട്ട് ചെയ്ത് കാണാൻ ഞാൻ അങ്ങനെയും കാണിച്ചിട്ട് നമുക്ക് ഇതൊരു 5 ദിവസം കൊണ്ട് ഈ ബുദ്ധ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചങ്ങായിമാരെ. നിങ്ങളിത് മസിലൊടിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ റിച്ച് ആവുന്നുള്ള പേടിയുണ്ടാ. ഞാനൊന്ന് വ്യൂസൊക്കെ കിട്ടി വലിയ ആളാവട്ടടോ. നിങ്ങളിതെന്ത് പരിഗണിക്കുന്ന പോകെ നമുക്ക് ഇനി കാണാം. എന്തോ